ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ ഓറിയന്റേഷന്റെ ഡേ 3 സെക്ഷൻ ആണ് നമുക്ക് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഈ സെക്ഷന്റെ പേര് എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അതായത് നമുക്ക് പഠിക്കാനുള്ള സിലബസ്, ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സിലബസിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ഏതൊക്കെ പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആ പേപ്പറിന്റെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിലൂടെ നോക്കാൻ പോകുന്നത്. ഇന്ന് ഈ സെക്ഷൻ ലീഡ് ചെയ്യാനായിട്ട് എന്റെ കൂടെ ഉള്ളത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വൈഷ്ണവി മാം ഉണ്ട്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഗൗരി മാം ഉണ്ട് റെക്കോർഡിംഗ് സൈറ്റിൽ. അതേപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ സാന്ദ്ര മാമും ഉണ്ട് റെക്കോർഡിംഗ് സൈറ്റിൽ. അപ്പം ഇത്രയും പേരാണ് നമ്മുടെ ഇന്ന് ലേൺവൈസിന്റെ ഫാക്കൽറ്റീസ് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ലേൺ വിത്ത് ലേൺവൈസ് എന്നാണ് ഈ സിലബസ് ഡീകോഡിംഗിന്റെ സെക്ഷൻ. നമ്മൾ സോഷ്യോളജിയിലെ ഫസ്റ്റ് ഇയറിലെ BA പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മുടെ സബ്ജക്ട് കോഡ് വന്നിട്ട് BASOH ആണ് സബ്ജക്ട് കോഡ് വരുന്നത്. അതായത് BA സോഷ്യോളജി ഹോണേഴ്സ്, അതാണ് BASOH എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് കോഡ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BASOH ആണ്. ഇത് ഓഫർ ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ആൻഡ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനൂടെ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ കോഴ്സസ്, അതായത് പഠിക്കാനുള്ള പേപ്പേഴ്സ് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്കുകളുടെ അടിയിൽ കുറച്ച് യൂണിറ്റ്സ് ഉണ്ടാവും. ബ്ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചാപ്റ്റേഴ്സിനെയാണ്, യൂണിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ് ടോപ്പിക്സിനെയാണ്. ചാപ്റ്ററിലെ സബ് ടോപ്പിക്സിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് എന്ന അർത്ഥം 30 hours ഓഫ് സ്റ്റഡി ആണ് നമ്മൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ്, ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ സബ്ജക്ട് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞു BASOH എന്നാണ്. കോഴ്സ് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്നത്. അതിനെ ബ്ലോക്ക് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ബ്ലോക്കാണ്, മൊത്തം 3 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിനകത്ത് വരുന്ന ഒരു ബ്ലോക്കാണ് സോഷ്യോളജി ദ ഡിസിപ്ലിൻ ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് 1. ആ ബ്ലോക്കിന് അടിയിൽ വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറയുന്നത്. സോ ക്രെഡിറ്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പാരാമീറ്റർ ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നത്. BA സോഷ്യോളജിയിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ മൊത്തം ടോട്ടൽ കോഴ്സ് എന്ന് പറയുന്നത് 26 കോഴ്സസ് ആണ് വരുന്നത്. 26 കോഴ്സസിന് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 148 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 years ആണ്. അപ്പൊ നമ്മൾ 3 വർഷം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള കോഴ്സ് എന്ന് പറയുന്നത് 26 കോഴ്സസ് ആണ്. അതിന്റെ ക്രെഡിറ്റ് 148 ആണ്. ഡ്യൂറേഷൻ 3 years ആണ്. സോ ഫസ്റ്റ് ഇയറിനകത്ത് വരുന്നത് 8 കോഴ്സസ് ആണ് ഫസ്റ്റ് ഇയറിനകത്ത് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 44 ക്രെഡിറ്റ് ആണ്. ഈ പറയുന്ന നമ്മൾ ഫസ്റ്റ് ഇയറിൽ അച്ചീവ് ചെയ്യുന്ന ഈ 44 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിനെ 2 സെമസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സെമസ്റ്റർ 1 സെമസ്റ്റർ 2. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെമസ്റ്റർ വൈസ് അല്ല എക്സാം എഴുതുന്നത്. എക്സാം എഴുതുന്നത് എങ്ങനെയാണ്, ഇയർ വൈസ് ആയിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. സെക്കൻഡ് ഇയറിൽ വരുന്നത് 10 കോഴ്സസ് ആണ് വരുന്നത്. 10 കോഴ്സസിന് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 56 ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ക്രെഡിറ്റ്. ഈ 56 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 2 വർഷത്തെയും കൂടെ 2 സെമസ്റ്റേഴ്സിനെയും കൂടെ സിംബിളൈസ് ചെയ്തിട്ടാണ് വരുന്നത്, സെമസ്റ്റർ 3 സെമസ്റ്റർ 4. ഇനി തേർഡ് ഇയറിൽ 8 കോഴ്സസ് ആണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ക്രെഡിറ്റ് 48 ആണ്. 48 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ 2 സെമസ്റ്റേഴ്സിലും കൂടിയാണ്, സെമസ്റ്റർ 5 സെമസ്റ്റർ 6. ഇങ്ങനെയാണ് നമുക്ക് 3 ഇയർ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഇനി BA സോഷ്യോളജിയുടെ 26 കോഴ്സസും 148 ക്രെഡിറ്റ്സും ആണ് മൊത്തത്തിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ. അതിനകത്ത് 14 കോർ കോഴ്സസുകളാണ് വരുന്നത്. കോർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് കോഴ്സിൽ വരുന്നത്. പിന്നെ 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഉണ്ട്. ഈ 14 കോർ കോഴ്സസിൽ നമുക്ക് കിട്ടുന്ന 84 ക്രെഡിറ്റ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിൽ നിന്ന് നമുക്ക് 24 ക്രെഡിറ്റ്സ് കിട്ടും. 4 ജനറിക് എലക്ടീവ്സിൽ നിന്ന് 24 ക്രെഡിറ്റ് കിട്ടും. 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്, 8 ക്രെഡിറ്റ് കിട്ടും. 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്, അതിൽ നിന്നും 8 ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത്. എന്താണ് കോർ കോഴ്സസ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ്, ജനറിക് എലക്ടീവ്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം. സോ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ കോഴ്സ് കോഡ് സോഷ്യോളജിയുടെ മൊത്തത്തിലുള്ള കോഴ്സസും അതിന്റെ ക്രെഡിറ്റ്സും എന്ന് പറയുന്നത്. ഇനി 14 കോർ കോഴ്സസുകൾ ഉണ്ട്. 14 കോർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ ഫൗണ്ടേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സോഷ്യോളജി, സോഷ്യോളജിയിൽ വരുന്ന കണ്ടന്റ്സ് എന്താണ്, ഈ സബ്ജക്ട് എന്തൊക്കെയാണ് നോക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കോർ കോഴ്സസ് എന്ന് പറയുന്ന പേപ്പേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ ഈ കോർ കോഴ്സസ്
എന്ത് ചെയ്യാം, 3 വർഷത്തിലായിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ് ഈക്വൽ ആയിട്ട്. അപ്പോ 3 വർഷം എന്ന് പറയുമ്പോൾ എന്താണ്, 6 സെമസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്റർ, സെക്കൻഡ് ഇയറിൽ 2 സെമസ്റ്റർ, തേർഡ് ഇയറിൽ 2 സെമസ്റ്റേഴ്സ്, അങ്ങനെയാണ് മൊത്തം 6 സെമസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 84 ആണ്. അതായത് ഈ 6 ക്രെഡിറ്റ് ആണ് ഓരോ പേപ്പറിനും നമുക്ക് കിട്ടുന്നത്. മൊത്തം 14 കോർ കോഴ്സസ് പേപ്പർ ഉണ്ട്. അപ്പൊ 6 ക്രെഡിറ്റ് ഇൻറ്റു 14 കോർ കോഴ്സസിന്റെ ഇതാവുമ്പോൾ നമുക്ക് 84 ക്രെഡിറ്റ് ആണ് നമുക്ക് ടോട്ടലി അച്ചീവ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്കുള്ള കോർ കോഴ്സസ് എന്ന് പറയുന്നത് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1, BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2, BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ 2. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിൽ വരുന്ന കോർ കോഴ്സസ് എന്ന് പറയുന്നത് BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജി, BSOC 106 സോഷ്യോളജി ഓഫ് റിലീജിയൻ, BSOC 107 sociology of gender, BSOC 108 economic sociology, BSOC 109 sociology of kinship, BSOC 110 social stratification. പിന്നെ തേർഡ് ഇയറിൽ വരുന്നതെന്ന് പറയുന്നത് BSOC 111 sociological thinkers, BSOC 112 social research and methods, BSOC 113 social thinkers second, BSOC 114 സോഷ്യൽ റിസർച്ച് ആൻഡ് മെത്തേഡ്സ് സെക്കൻഡ്. അപ്പൊ ഇത്രയും കോർ കോഴ്സസ് ആണ്, 14 കോർ കോഴ്സസ് ആണ് നമുക്ക് വരുന്നത്. 3 ഇയറിലായിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 4 കോർ കോഴ്സസ് പേപ്പറേ ഉള്ളൂ. ഇനി ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ്. ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലക്ടീവ് കോഴ്സസ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ എന്താ പറയാ, നിങ്ങളുടെ നോളജ് എൻഹാൻസ് ചെയ്യാനും സൊസൈറ്റിയെ പറ്റി കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നത്. ഈ ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ് വരുന്നത് തേർഡ് ഇയറിൽ മാത്രമാണ് ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ് വരുന്നത്. തേർഡ് ഇയറിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഏതൊക്കെ സെമസ്റ്റേഴ്സ് ആയിരിക്കും? 5th സെമസ്റ്ററിലും 6th സെമസ്റ്ററിലാണ് ഈ പ്രോഗ്രാമിന്റെ ഈ ഒരു ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ് വരുന്നത്. അപ്പൊ ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ്സ് 5th സെമസ്റ്ററിലും 6th സെമസ്റ്ററിലും വരുന്ന പേപ്പേഴ്സ് ആണ് BSOE urban sociology, Indian sociological traditions, environmental sociology, reading ethnographies, tribal cultures of India, visual anthropology. അപ്പൊ ഇത്രയും പേപ്പേഴ്സ് ആണ് 5th സെമസ്റ്ററിലും 6th സെമസ്റ്റേഴ്സിലും നിങ്ങൾക്ക് ഡിസിപ്ലിൻ പസഫിക് എലക്ടീവ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്താൽ മതി. 5ാമത്തെ വർഷത്തിൽ നിന്ന് ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം, 6ാമത്തെ സെമസ്റ്ററിൽ നിന്ന് 5ാമത്തെ വർഷമല്ല കേട്ടോ, 5ാമത്തെ സെമസ്റ്ററിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം, 6ാമത്തെ സെമസ്റ്ററിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഈ BSOC 141 എന്നൊക്കെ പറയുന്നത് ഓരോ പേപ്പറിന്റെയും സബ്ജക്ട് കോഡുകളാണ് കേട്ടോ. ഇനി ജനറിക് എലക്ടീവ്സ്. ജനറിക് എലക്ടീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമാണ് നിങ്ങൾക്ക് ജനറിക് എലക്ടീവ്സ് ഉള്ളത്. ഈ ജനറിക് എലക്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റിനോട് കൂടുതലായിട്ട് ഒരു എക്സ്പോസ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജനറിക് എലക്ടീവ്സ് പേപ്പറുകൾ ഇഗ്നു ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിനകത്ത് നമുക്ക് 2 ജനറിക് എലക്ടീവ്സ് ആണ് വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റും ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടാണ് 2 ജനറിക് എലക്ടീവ്സ് ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇ ഗവർണൻസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും എന്ന് പറഞ്ഞിട്ടുള്ള 2 ജനറിക് എലക്ടീവ്സ് വരുന്നുണ്ട്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് ഉള്ളത് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും. ഒന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസും 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസും. ഇത് 2 കമ്പൽസറി ആയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഓവറോൾ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഇങ്ങനെ ഓഫർ ചെയ്യുന്നത്. ഇനി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. അത് വരുന്നത് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് വരുന്നത്. അത് തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും, അതാണ് സെക്കൻഡ് ഇയറിലുള്ള സെമസ്റ്റേഴ്സ് വരുന്നത്. അതിൽ ടൂറിസം ആന്ത്രോപോളജി ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡോമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറും ഉണ്ട്. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോമ്പീറ്റൻസി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു നല്ല വെയിറ്റേജ് ഈ പറയുന്ന പേപ്പേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി സിലബസിലുള്ള മൊത്തത്തിൽ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിലെ കോഴ്സസിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 8 കോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട് മൊത്തത്തിൽ. അതിനകത്ത് നിന്ന് നമുക്ക് 44 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. ഓരോ പേപ്പറിന്റെയും ക്രെഡിറ്റ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 കോഴ്സസും 22 ക്രെഡിറ്റും, സെക്കൻഡ് സെമസ്റ്ററിൽ 4 കോഴ്സസും 22 ക്രെഡിറ്റും, അങ്ങനെയാണ് മൊത്തം 8 കോഴ്സസും 44 ക്രെഡിറ്റും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സെമസ്റ്റർ നിങ്ങൾ നോക്കണ്ട. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 8 കോഴ്സസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1, BSOC 102 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ഓഫ് ഇന്ത്യ 1,
BEVAE 181 Environmental Studies, BPAG 171 Technology of India second, BEGAE 182 English Communication and Skills, പിന്നെ BGDG 172 Gender Sensitization Society and Culture. ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനകത്ത് പഠിക്കാൻ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1, സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇനി ഫസ്റ്റ് ഇയറിലെ കോർ കോഴ്സസിന്റെ ഡീറ്റെയിൽ നോക്കാം. BSOC 101 അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് സോഷ്യോളജിയിലെ നിങ്ങളുടെ ഉള്ള ഒരു നോളേജ് നിങ്ങൾക്ക് ആദ്യമേ തുറന്നു തരികയാണ്. എങ്ങനെ നിങ്ങൾ സോഷ്യോളജിക്കൽ പരമായിട്ട് ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു പേപ്പർ 3 ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഡിസിപ്ലിൻ ആൻഡ് സോഷ്യോളജി ഡിസിപ്ലിൻ ആൻഡ് പെർസ്പെക്റ്റീവ്, ബ്ലോക്ക് 3 ബേസിക് കോൺസെപ്റ്റ്, ബ്ലോക്ക് 2 സോഷ്യോളജി ആൻഡ് അതർ സയൻസസ് എന്നാണ് ഈ ഒരു 3 ബ്ലോക്കുകളായിട്ടാണ് ഈ പേപ്പർ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പേപ്പറിന്റെ ഒരു ഓവർവ്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1-നകത്ത് 2 യൂണിറ്റ് ഉണ്ട്, ബ്ലോക്ക് 2-നകത്ത് ഒരു 7 യൂണിറ്റ് വരുന്നുണ്ട്, ബ്ലോക്ക് 3-നകത്ത് ഒരു 14 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന BSOC 101 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. ഇനി BSOC 102 എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്നാണ് ഈ ഒരു പേപ്പറിന്റെ പേര്. ഈ ഒരു പേപ്പറിൻ്റെത് നിങ്ങൾക്ക് ഇന്ത്യൻ സോഷ്യോളജിയെ പറ്റിയിട്ട് ഒരു നോളേജ് തരാണ്. എന്താണ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹം എന്താണ് എന്നുള്ളതിന്റെ ഒരു നോളേജ് ആണ് ഈ ഒരു പേപ്പറിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു പേപ്പർ 3 ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ്, ബ്ലോക്ക് 2 ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1, ബ്ലോക്ക് 3 ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2. ഇത്രയും ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പർ, അതായത് BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയുന്ന പേപ്പറിനകത്ത് വരുന്നത്. ഇനി ഈ 3 ബ്ലോക്കിനകത്ത് ഏതൊക്കെ യൂണിറ്റ്സ് വരുന്നത് നോക്കാം. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസിനകത്ത് ഒരു 4 യൂണിറ്റുകളാണ് വരുന്നത്. ഇന്ത്യയുടെ മേജർ ഡിസ്കോഴ്സസ് എന്തൊക്കെയാണ്, കൊളോണിയൽ പെർസ്പെക്റ്റീവ്, നാഷണൽ പെർസ്പെക്റ്റീവ്, സബാൾട്ടൻ ക്രിട്ടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബ്ലോക്ക് 2-നകത്ത് കാസ്റ്റ്, ട്രൈബ്, വില്ലേജ്, അഗ്രേറിയൻ ക്ലാസസ്, ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബ്ലോക്ക് 3-കകത്ത് വരുന്നത് ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ് വരുന്നത്. ഇന്ത്യൻ സമൂഹത്തിനകത്ത് വരുന്ന മാരേജ്, ഫാമിലി, റിലീജിയൻ, റേസ്, പൊളിറ്റി, എക്കണോമിക്, സൊസൈറ്റി ഇങ്ങനെയൊക്കെ ഇന്ത്യൻ സമൂഹത്തിനെ നോക്കിക്കാണാം. ആ ഓരോ ടോപ്പിക്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇനി ജനറിക് സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പ്രകൃതി ദുരന്തമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കണം, അതിനെങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പഠിക്കാനായിട്ട് കേട്ടോ. ഇതിനു മുമ്പ് വരെ ഇങ്ങനത്തെ ഉള്ള ഒരു കോഴ്സ് അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് വന്നിട്ട് പോലും ഇല്ല. 2004 സുനാമി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് പഠിക്കണം എന്നുള്ള ഒരു ആവശ്യകത തന്നെ വന്നത്. അപ്പൊ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ഡിസാസ്റ്റർ എന്താണ്, ഹസാർഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബ്ലോക്ക് 2-നകത്ത് വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റും കോൺസെപ്റ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും ആണ്. എങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കാം, അതിന് ഏതൊക്കെ ഏജൻസീസ് ആണ് നമ്മളെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്, നോക്കാനായിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതാണ് ബ്ലോക്ക് 2-നകത്ത് വരുന്നത്. ബ്ലോക്ക് 3-നകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ്. ഡിസാസ്റ്റർ വരുന്നതിനും ഡെവലപ്മെന്റിന്റെയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബ്ലോക്കിനകത്ത് വരുന്നത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്രോസ് കട്ടിംഗ് ഇഷ്യൂസ്, അതായത് എങ്ങനെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോളേജ് പ്രകാരം അതിന് നമുക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 4-നകത്ത് വരുന്നത്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്, അതായത് നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എടുക്കുമ്പോൾ വരുന്നത്. അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഈ ഒരു നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് മാനേജ് ചെയ്യാം. നമ്മൾ ഓരോ റിസോഴ്സസും വളരെ ലിമിറ്റഡ് ആണ് സമൂഹത്തിനകത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസും എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേയിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് നമുക്കത് കിട്ടത്തില്ല. ഇത്തരത്തിലുള്ള റിസോഴ്സസ് അവർക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ ഒരു എൻവയോൺമെന്റ് മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു പേപ്പറിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ബ്ലോക്കുകളാണ് വരുന്നത്. അതിനകത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എന്താണ് നിങ്ങളുടെ എൻവയോൺമെന്റ്, മേജർ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് എന്തൊക്കെയാണ്. ബ്ലോക്ക് 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നാച്ചുറൽ റിസോഴ്സസ് ആണ്, ഫോറസ്റ്റ് റിസോഴ്സസും ബയോഡൈവേഴ്സിറ്റിയും എനർജി റിസോഴ്സസ് ഒക്കെയാണ് അതിനകത്ത് പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഇഷ്യൂസും കൺസേൺസും, എങ്ങനെയൊക്കെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് റൈസ് ആവുന്നുണ്ട്, അതിനെയൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, എങ്ങനെയൊക്കെ നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാം എന്നാണ് ബ്ലോക്ക് 4 വരുന്നത്. ഓക്കെ, മൊത്തത്തിൽ അതിനകത്ത് 6 ബ്ലോക്ക് അല്ല വരുന്നത്, മൊത്തത്തിൽ അതിനകത്ത് 4 ബ്ലോക്കാണ് ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പറിനകത്ത് വരുന്നത്. പിന്നെ സെക്കൻഡ് സെമിസ്റ്ററിനകത്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമിസ്റ്ററിനകത്ത് വരുമ്പോൾ നമുക്ക് 4 പേപ്പറാണ് വീണ്ടും ഉള്ളത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ്, സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സെൽസ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഞാൻ ഫസ്റ്റ് സെമിസ്റ്ററിലെ 4 പേപ്പർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമിസ്റ്ററിലെ 4 പേപ്പറാണ് ഞാനിപ്പോൾ പറയുന്നത്. മൊത്തം നമുക്ക് ഫസ്റ്റ് ഇയറിനകത്ത് 8 പേപ്പർ പഠിക്കാനായിട്ടുണ്ട്. സോ സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന 2 കോഡ് കോഴ്സസ് പേപ്പറുകളാണ് BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ്. നേരത്തെ വന്ന സോഷ്യോളജി ഓഫ് ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി 1 ആണെങ്കിൽ ഇവിടെ ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി സെക്കൻഡ് ആണ് നോക്കുന്നത്, പിന്നെ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി സെക്കൻഡ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യോളജിയുടെ ഒരു തോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സോഷ്യോളജിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് എന്താണ്, കാഴ്ചപ്പാടുകൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിനകത്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഈ ഒരു പേപ്പറിന്റെ കണ്ടക്ട് എന്ന് പറയുന്നത് പല പെർസ്പെക്റ്റീവ്സും ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബ്ലോക്ക് 1 പെർസ്പെക്റ്റീവ്സ് ഇൻ സോഷ്യോളജി, സോഷ്യോളജിയുടെ പെർസ്പെക്റ്റീവ്സ് ആണ്. അതായത് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഉണ്ട്, ഫംഗ്ഷനലിസം ഉണ്ട്, സ്ട്രക്ചറലിസം ഉണ്ട്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫംഗ്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ്, സ്ട്രക്ചറലിസം, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ സോഷ്യോളജിയുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മൾ ഒരു സമൂഹത്തിനെ നമ്മൾ സാധാരണ കണ്ണിലൂടെ അല്ല ഒരു സോഷ്യോളജിസ്റ്റ് കാണുന്നത്. സോഷ്യോളജിസ്റ്റ് കാണുന്ന വേറെ പല രീതിയിലൂടെയാണ്. അതായത് സമൂഹത്തിനകത്ത് എപ്പോഴും ഒരു നല്ല ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ളതെന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റുകളുണ്ട്. സമൂഹത്തിനകത്ത് എപ്പോഴും അടിയും വഴക്കുമാണ് നടക്കുന്നതെന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഓരോ മീനിങ് ഉണ്ട് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ പല കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ സോഷ്യോളജി ഈ ഒരു പേപ്പറിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ബ്ലോക്ക് 2 വന്നിട്ട് പെർസ്പെക്റ്റീവ്സ് ഇൻ സോഷ്യോളജിയാണ്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും പറയുന്നുണ്ട്, സിംബോളിക് ഇന്ററാക്ഷനിസം പെർസ്പെക്റ്റീവും പറയുന്നുണ്ട്. ബ്ലോക്ക് 3 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 3 പറയുന്നുണ്ട്, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും ദളിത് പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ബ്ലോക്ക് 4 ഡിഫറൻസ് ആൻഡ് ഡിബേറ്റ്സ്, അതായത് പല സോഷ്യോളജിസ്റ്റും അവരുടെ ഒരേപോലെ വരുന്ന കോൺസെപ്റ്റ്സുകളും തമ്മിലുള്ള ഡിബേറ്റ് ആണ്. ഇപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ 2 സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ദർക്കീമും മാർക്സും. അവർ തമ്മിലുള്ള ഡിബേറ്റ് ആണ്. റിലീജിയൻ എന്ന് പറയുമ്പോൾ വെബറും ദർക്കീമും തമ്മിലുള്ള ഡിബേറ്റ് ആണ് വരുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ മാർക്സും വെബറും തമ്മിലുള്ള ഡിബേറ്റ് വരുന്നുണ്ട്. അവർ രണ്ടാളും ഒരേപോലെ ക്യാപിറ്റലിസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റും വരുന്നുണ്ട്. ഇനി സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിനകത്ത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടും വളരെ മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സൊസൈറ്റിയാണ് നമുക്കുള്ളത്, ഒരു ഇന്ത്യൻ സമൂഹമാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിനകത്ത് പലതരത്തിലുള്ള ഐഡിയാസും ഡിബേറ്റ്സും സോഷ്യോ പൊളിറ്റിക്കൽ ഫോഴ്സസും ഉണ്ട് നമ്മുടെ നേഷൻ ഷേപ്പ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിനകത്ത് നോക്കുന്നത്. അപ്പോ ഇതിനകത്ത് വരുന്നത് ബ്ലോക്ക് 1 വരുന്നത് ഐഡിയാസ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ സമൂഹത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ആണ്. ഗാന്ധിയുടെ ഐഡിയ എന്താ, അംബേദ്കറിന്റെ ഐഡിയ എന്താ, എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻസ് എന്താണെന്ന് നോക്കുന്നുണ്ട്. ബ്ലോക്ക് 2 റെസിസ്റ്റന്റ് മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച്, അതായത് ഇന്ത്യൻ സമൂഹത്തിനകത്ത് വരുന്ന റെസിസ്റ്റൻസും മൊബിലൈസേഷനും ചേഞ്ചും എന്തൊക്കെയാണ്. അതായത് ദളിത് മൂവ്മെന്റ്സുകൾ സംഭവിക്കുന്നുണ്ട്, എത്നിക് മൂവ്മെന്റ്സുകൾ ഉണ്ട്. ഇപ്പം നാഗാലാൻഡ് അതുപോലുള്ള ട്രൈബൽ ഏരിയാസിൽ പല എത്നിക് മൂവ്മെന്റ്സുകൾ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. പെസന്റ് മൂവ്മെന്റ്സ് ഉണ്ട്, വുമൺ മൂവ്മെന്റ്സ് ഉണ്ട്, സ്ത്രീകൾക്ക് അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഉണ്ട്, അതായത് ജോലി ചെയ്യുന്ന ട്രേഡ് യൂണിയൻ അതുപോലുള്ള അവർ നടത്തുന്ന മൂവ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ബ്ലോക്ക് 2 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ആണ്, കണ്ടസ്റ്റിംഗ് ഐഡിയോളജീസ്. അതിനകത്ത് വരുന്ന കമ്മ്യൂണലിസം, സെക്യുലറിസം, നാഷണലിസം ആണ്. അതായത് ഇന്ത്യൻ സമൂഹത്തിന് പലതരത്തിലുള്ള റിലീജിയൻസ് ഉള്ളതുകൊണ്ട് കമ്മ്യൂണൽ ഫാക്ടേഴ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് എങ്ങനെ നമ്മുടെ ഒരു സെക്യുലറിസം ഇന്ത്യൻ സമൂഹത്തിനകത്ത് കൊണ്ടുവരാം, നാഷണലിസം എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ബ്ലോക്ക് 3 കവർ ചെയ്ത് പോകുന്നത്. ഇനി ഒരു ജനറൽ കളക്റ്റീവ് ഉണ്ട്. ആ ജനറൽ കളക്റ്റീവിന്റെ പേര് എന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നാണ് ആ ഒരു പേപ്പറിന്റെ പേര് വരുന്നത്. ഇനി ഈ പേപ്പറിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്, അതായത് ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിനകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് കൂടുതലാണ്. സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, പുരുഷന്മാർക്കെതിരെ വയലൻസ് വരുന്നുണ്ട്, LGBT കമ്മ്യൂണിറ്റിക്കെതിരെ വയലൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് സൊസൈറ്റിയിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജെൻഡറിന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് ഇപ്പൊ ഒരാള് സെക്സ് എന്നും ജെൻഡർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രിബ്യൂട്ട് ആണ് സെക്സ് എന്ന് പറയുന്നത്. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നമ്മുടെ
ജെനിറ്റൽ ഓർഗൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്ന ഓരോ സമൂഹവും അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ജെൻഡർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ജെൻഡർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സമൂഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെയൊക്കെ ബൗണ്ടറീസ് എന്താണ്, ബാരിയേഴ്സ് എന്താണ്, ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ കൊണ്ടുവരാം, നമ്മൾ എങ്ങനെയൊക്കെ വിജിലന്റ് ആയിരിക്കണം, എങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ ഒരു പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് വരുന്നത് മൊത്തം ഒരു 6 ബ്ലോക്കുകളാണ് വരുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്ന കോൺസെപ്ച്വലൈസിങ് ജെൻഡർ എന്നാണ് ഈ ഒരു ബ്ലോക്കിന്റെ പേര്. ഈ കോൺസെപ്ച്വലൈസിങ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ എന്താണ്, സെക്സ് എന്താണ്, മസ്കുലിനിറ്റി എന്താണ്, പൗരുഷം എന്താണ്, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ശാലീന സൗന്ദര്യം എന്താണ്, ഫെമിനിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇനി ബ്ലോക്ക് 2 വരുന്നത് ജെൻഡർ ആൻഡ് ഫാമിലി എന്നാണ് പറയുന്നത്. ഫാമിലി, മാരേജും എന്താണ്, മദർഹുഡ് എന്താണ്, മാതൃത്വം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 2വിനകത്ത് വരുന്നത്. ബ്ലോക്ക് 3ക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ജെൻഡർ ആൻഡ് വർക്ക് ആണ് വരുന്നത്. എങ്ങനെയൊക്കെ വർക്ക് ജെൻഡർ ചെയ്യുന്നു, പുരുഷന്മാർ പുറത്തു പോയി ജോലി ചെയ്യണം, സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമൂഹം ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ആ ചട്ടക്കൂടിനകത്ത് പുറത്തു വരാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെതായിട്ടുള്ള പണിഷ്മെന്റ്സ് വരുന്നുണ്ട്. പക്ഷെ മാറി വരുന്നുണ്ട്, സമൂഹം മാറി വരുന്നുണ്ട്, മാറി വരുന്നില്ല എന്നല്ല പറയുന്നത്, മാറി വരുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ബ്ലോക്ക് 3കകത്ത് നോക്കുന്നത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ജെൻഡർ ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്താണ് എന്നുള്ളത്, മെറ്റേണിറ്റി ലീവ്, അങ്ങനെയൊക്കെയുള്ള ലീവുകൾ പല കമ്പനികളും ഇപ്പൊ കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പുരുഷന്മാർക്ക് വരെ ഇപ്പൊ ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ലീവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്താണ്, ഈ ഒരു ചാപ്റ്ററിനകത്താണ് വരുന്നത്. പിന്നെ ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഉണ്ട്. പിന്നെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ജെൻഡർ ലോ ആൻഡ് സൊസൈറ്റി, അതായത് ജെൻഡർ ബേസ്ഡ് വയലൻസ്, പലതരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസുകൾ സമൂഹത്തിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പലതരത്തിലുള്ള വയലൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, കുട്ടികൾ ജനിക്കുന്ന സമയം കൊന്നു കളയുക, ഡൗറി ഡെത്ത്സ്, സതി, ഇതുപോലുള്ളതൊക്കെ പലതരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസുകൾ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. റേപ്പ്, മാരിറ്റൽ റേപ്പുകൾ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ്, അതായത് വർക്ക് പ്ലേസുകളിൽ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും സേഫ് അല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും വൈശാഖ ഗൈഡ് ലൈൻസ് പോലുള്ള റൂൾസുകൾ ഗവൺമെന്റ് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ് 12വിനകത്ത് നോക്കുന്നത്. പിന്നെ യൂണിറ്റ് 6 എന്ന് പറയുന്നത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ, എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയാസ് അതുപോലുള്ള മീഡിയാസിനകത്ത് ജെൻഡർ റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് എടുക്കുന്നത്, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു കണ്ടക്സ്റ്റിനകത്ത് നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ അതിനെ വായിച്ചെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 6നകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഇനി ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ഉണ്ട്. അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ പ്രധാന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ഇൻക്രീസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു മുന്നോട്ട് പോകുന്ന ലൈഫിൽ ഒരു ആ ഒരു കരിയറിനകത്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് വെർബൽ ആയാലും ശരി, നോൺ വെർബൽ ആയാലും ശരി, നിങ്ങളുടെ കോൺവെർസേഷൻസ്, സ്പീക്കിംഗ്, അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു പേപ്പർ 3 ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ലിസണിംഗ്, സ്പീക്കിംഗ്, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കണ്ടസ്റ്റ്, എങ്ങനെയൊക്കെ ഒരു ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ കണ്ടസ്റ്റിൽ നിങ്ങൾ സ്പീക്ക് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ആണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഗ്ലോബലൈസേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 1നകത്ത് ഉള്ള പേപ്പേഴ്സ് കവർ ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 2നകത്ത് വരുന്നതെന്ന് പറയുന്നത് ഇൻഫോർമൽ, പിന്നെ മേക്കിംഗ് എൻക്വയറീസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പ്രസന്റേഷൻ സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 2നകത്ത് കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 3നകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ റീഡിംഗ് സ്കില്ല്, വൊക്കാബുലറി ആൻഡ് ഡെവലപ്മെന്റ്, റൈറ്റിംഗ് സ്കില്ല്, ലാംഗ്വേജ് ഓഫ് ഇൻഫോർമൽ ലെറ്റേഴ്സ്, ഫോർമൽ ലെറ്റേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് പറഞ്ഞു തരുന്നത്. ഇനി സെമസ്റ്റർ 2 വന്നിട്ട് നിങ്ങൾക്ക് 4 കോഴ്സസ് ആണ് വരുന്നത്. 4 കോഴ്സസിനകത്ത് 22 ക്രെഡിറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 2 കോർ കോഴ്സസ് പേപ്പർ ഉണ്ട്, ഒരു ജനറിക് എലക്ടീവ് പേപ്പർ ഉണ്ട്, ഒരു എബിലിറ്റി എൻഹാൻസും പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഇയറിനകത്ത് വരുന്നത്. ഇനി സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറിന്റെയും ഓറിയന്റേഷൻസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനകത്ത് പഠിക്കാനായിട്ട് മൊത്തം 8 കോഴ്സസ് ഉണ്ട്. 8 കോഴ്സസ് ഉണ്ട്. ആ 8 കോഴ്സസിനും കൂടെ നിങ്ങൾ ഒരു 48 ക്രെഡിറ്റ് ആണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. ഇനി ഞാൻ വൈഷ്ണവി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. വൈഷ്ണവി മാം, സോ നിങ്ങൾക്ക് പഠിത്തം എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇനി ഗ്രേഡിംഗ് സിസ്റ്റവും ഇവാലുവേഷൻ സിസ്റ്റവും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ,
സോ ബേസിക്കലി സിലബസിനെ കുറിച്ചും പഠിക്കാനുള്ള ലെസൺസിനെ കുറിച്ചൊക്കെ ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇനി എക്സാംസിനെ കുറിച്ചും അസൈൻമെന്റ്സിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 2 ഇവാലുവേഷൻ സിസ്റ്റം ആണ് നിങ്ങൾക്ക് ബേസിക്കലി ഒരു കൊല്ലത്തെ ഡ്യൂറേഷനിലുള്ളത്. സെമിസ്റ്റർ 1, സെമിസ്റ്റർ 2 എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എക്സാം വരുന്നത് ആനുവൽ എക്സാം പോലെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. നിങ്ങളുടെ പണ്ടത്തെ സ്കൂൾ സിസ്റ്റം പോലെ തന്നെ ഒരു ആനുവൽ എക്സാം നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലുണ്ടാവും. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും ഇഗ്നോയ്ക്കുള്ളത്. സോ 2 ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇഗ്നോ. ഒന്നെന്ന് പറഞ്ഞാൽ TMA എന്ന് പറയും. TMA എന്ന് പറഞ്ഞാൽ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്. ഓക്കെ, അപ്പൊ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ പിള്ളേരെ സ്കൂളിൽ നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് അസൈൻമെന്റ്സ് തരുമായിരുന്നു അല്ലെ. ഓരോ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ് ഇവിടെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഓരോ അസൈൻമെന്റ് എഴുതിയിട്ട് വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വലുതായില്ലേ, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ പോരെന്ന്. അല്ല, ഇഗ്നോയ്ക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെറുപ്പത്തിലുള്ള പോലെ തന്നെ എഴുതി വേണം സബ്മിറ്റ് ചെയ്യാൻ. അതും A4 ഷീറ്റിൽ 4 സൈഡും കോളൊക്കെ വരച്ച് പെൻസിൽ കൊണ്ടും പെണ്ണുകൊണ്ടൊക്കെ മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് കറക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ സ്കൂളിൽ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് ഇഗ്നോയ്ക്കും എഴുതി സബ്മിറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് TMA എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് TEE എന്ന് പറഞ്ഞാൽ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മുടെ ആനുവൽ എക്സാമിന്റെ അതേ സിസ്റ്റം തന്നെയാണ്. നിങ്ങൾ ഇത്രയും ഒരു കൊല്ലം പഠിച്ച എല്ലാ സബ്ജക്റ്റിന്റെ എക്സാം ആണ് TEE അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഈ 2 ഇവാലുവേഷൻ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, റോഷ്നാര നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് വെച്ചാൽ അസൈൻമെന്റ്സിന് 30% മാർക്കും ആനുവൽ എക്സാം അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിന് 70% മാർക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് 100ലാണ് നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അസൈൻമെന്റ്സിലും നിങ്ങൾക്ക് പാസ് മാർക്ക് വേണം, ടേം ആൻഡ് എക്സാമിലും നിങ്ങൾക്ക് പാസ് മാർക്ക് വേണം. ഓക്കെ, ഒന്നിൽ തോറ്റാൽ എന്താവും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഒന്നിൽ തോറ്റാൽ നിങ്ങൾ മൊത്തത്തിൽ ഫെയിൽ ആണ്. നിങ്ങൾ വീണ്ടും ഇപ്പൊ അസൈൻമെന്റ്സിൽ തോറ്റാൽ നിങ്ങൾ വീണ്ടും അസൈൻമെന്റ്സ് എഴുതിയെടുക്കേണ്ടി വരും. നെക്സ്റ്റ് ബാച്ചിന്റെ പുതിയ അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾ അസൈൻമെന്റ് പാസ്സായി ആനുവൽ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ TEE നിങ്ങൾ തോറ്റു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താകും? നമുക്ക് സപ്ലി ഉണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നമുക്ക് സപ്ലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല ഉള്ളത്. നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ സപ്ലി പോലെ തന്നെ നെക്സ്റ്റ് ബാച്ചിൽ നിങ്ങൾ അത് എഴുതിയെടുക്കണം. അതാണ്. അപ്പൊ മാർക്ക് കുറഞ്ഞു പോയാൽ നമ്മുടെ കോളേജിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. മാർക്ക് കുറഞ്ഞു പോയാലും നമ്മൾ വീണ്ടും എഴുതിയിട്ട് മാർക്ക് കൂടുകയാണെങ്കിൽ ഇംപ്രൊവൈസേഷൻ പോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയില്ല. നിങ്ങൾക്ക് എന്താണോ മാർക്ക് കിട്ടിയത് അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തോറ്റാൽ മാത്രം നിങ്ങൾക്ക് എക്സാം എഴുതിയെടുക്കാം. അതാണ് ഇഗ്നോയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അസൈൻമെന്റ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഒരു അസൈൻമെന്റ് വീതം. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണോ ഒരു കൊല്ലം ഉള്ളത് അത്രയും അസൈൻമെന്റ് നിങ്ങൾക്ക് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഡ്യൂ ഡേറ്റ് തരും. ഇപ്പൊ നിങ്ങൾ ജാനുവരി ബാച്ച് ആണെങ്കിൽ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ 30, ഒക്ടോബർ 30 ആയിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ A4 ഷീറ്റിലൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ പേരും ഒക്കെ എൻറോൾമെന്റ് നമ്പറൊക്കെ എഴുതി ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ അവിടെ പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റിൽ അയക്കാം. അപ്പൊ ചില സ്റ്റഡി സെന്റേഴ്സ് പറയും പോസ്റ്റിൽ അയക്കരുത്, അവിടെ തന്നെ പോയി കൊടുക്കണം എന്ന് പറയും. ബിക്കോസ് സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ കാരണം ഈ അയക്കുന്ന സമയത്ത് മിസ്പ്ലേസ് ആയി പോയാലൊക്കെ അവര് റെസ്പോൺസിബിൾ ആവില്ല. നിങ്ങൾ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അപ്പൊ ഏറ്റവും സേഫ് അവിടെ പോയി കൊണ്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവരൊരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് തരും കേട്ടോ. അക്നോളജ്മെന്റ് റെസീപ്റ്റ് നിങ്ങൾ ചോദിച്ചു മേടിക്കേണ്ട സാധനമാണ്. അവർ ചിലപ്പോൾ മറന്നു പോകും തരാനായിട്ട്. നിങ്ങൾ ചോദിച്ചു മേടിക്കേണ്ട സാധനമാണ്. അത് എന്താണ് ഈ അക്നോളജ്മെന്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കടലാസ് നമുക്ക് കീറിത്തരും. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും പകുതി, അവരുടെ കയ്യിലും ഉണ്ടാവും പകുതി. അപ്പൊ അത് നിങ്ങൾ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക, സ്കാൻ ചെയ്ത് വെക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. ചില സ്റ്റഡി സെന്റേഴ്സ് അത് തരില്ല. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം, മാറിവാനിയസ് ഒക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണെങ്കിൽ അവരൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് ഇതൊന്നും തരാനായിട്ട്. അപ്പൊ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്തെന്നുള്ള തെളിവില്ല അല്ലെ, അവരുടെ കയ്യിൽ നിന്ന് അത് മിസ്പ്ലേസ് ആയി പോയാൽ പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല എന്നാണ് അവർ പറയാം. അപ്പോൾ ഈ അക്നോളജ്മെന്റ് റെസീപ്റ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന അസൈൻമെന്റ്സിന്റെ എല്ലാം സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക.
അത് നിങ്ങൾ കടയിൽ പോയി സ്കാൻ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഫോണിലൊക്കെ PDF സ്കാനർ ഉണ്ടാവും അല്ലെ, നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് PDF ആക്കി സേവ് ചെയ്യുന്ന ഒരു ഫയൽ പോലെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഫോണിൽ ഒരു ഫോൾഡർ ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അസൈൻമെന്റ്സ് ഒക്കെ. ഇൻ കേസ് അവരുടെ ഭാഗത്തുനിന്ന് അസൈൻമെന്റ്സ് മിസ്സായി പോയാൽ, അല്ലെങ്കിൽ കാണാണ്ടായി പോവുക, അല്ലെങ്കിൽ ഒരു പേജ് കീറി പോവുക, ഇങ്ങനെ എന്ത് പറ്റും അല്ലെ, നമ്മൾ മനുഷ്യന്മാരാണ്, എറർ സംഭവിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വരും, നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കാണാനില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് കാണാനില്ല, വന്ന് സബ്മിറ്റ് ചെയ്യണം രണ്ടാമതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഈ സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ, കാരണം അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണെന്നുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട്, അത് കൊണ്ടേ കാണിച്ചാൽ അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്. സോ എപ്പോഴും ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക, അക്നോളജ്മെന്റ് റെസിപ്റ്റ് കയ്യിലെടുത്ത് വെക്കാനും, അതുപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു സ്കാംഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടി വെക്കാൻ. ഓക്കെ. പിന്നെ ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. ഇഗ്നോ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്നത്. നമ്മൾ ആൻസർ നമ്മുടെ പണ്ടത്തെ കോളേജ് സെമിസ്റ്റർ ഫോമാറ്റിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്ന് പറഞ്ഞിട്ട് 3 or 2 സെക്ഷൻസ് ഉണ്ടാകും. അതിൽ ഷോർട്ട് ആൻസേഴ്സ് 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആസ് വെൽ ആസ് 15 മാർക്കിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, SLM നോക്കുക, എവിടെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ റെഫർ ചെയ്യാം. ഇപ്പൊ കുറെ ഓപ്ഷൻ ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാനും സർഫ് ചെയ്യാനും. ChatGPT ഉണ്ട്, പിന്നെ വിക്കിപീഡിയ മാത്രം നോക്കരുത് കേട്ടോ. വിക്കിപീഡിയ ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് വിക്കിപീഡിയ മാത്രം റെഫർ ചെയ്യരുത്. ആർക്ക് വേണമെങ്കിലും വിക്കിപീഡിയയിൽ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ. പക്ഷെ ബാക്കി വരുന്ന സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് നോക്കാം. എന്നിട്ട് SLM അതേപോലെ കോപ്പി അടിച്ച് ചെയ്തരുത്. അവിടെ നിങ്ങളുടെ അസൈൻമെന്റ്സ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം SLM അതേപോലെ കോപ്പി അടിച്ച് ചെയ്താണെങ്കിൽ അതിനെ നമ്മൾ അസൈൻമെന്റ്സ് വിളിക്കില്ലല്ലോ അല്ലെ. നിങ്ങൾക്ക് SLM തന്നെ സബ്മിറ്റ് ചെയ്താൽ പോരെ ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ SLM-ഉം അതുപോലെ തന്നെ ഗൂഗിളിലുള്ള ഇൻഫർമേഷനും രണ്ടും കൂടി കമ്പയർ ചെയ്യുക, ആസ് വെൽ ആസ് നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്കും 3ഉം കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഒരു ആൻസർ, നിങ്ങളുടേതായിട്ടുള്ള ഒരു ആൻസർ എഴുതുക. സോ എപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ആൻസർ എഴുതാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ അതിനൊരു യുണീക്നെസ് ഉണ്ടാവില്ല, ബാക്കിയുള്ളവരുടെ കോപ്പി അടിച്ച ഒരു ആൻസർ ആയി പോകും. അപ്പൊ അവിടെ അത് ഒരു ഉപയോഗം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഭാവിയിൽ. ഓക്കെ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അസൈൻമെന്റ് ഇവാലുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. സോ നമ്മുടെ ഇഗ്നോയില് അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ സ്റ്റഡി സെന്റേഴ്സിന്റെ മീറ്റിംഗ് ഒക്കെ കൂടും. ഒരു നെക്സ്റ്റ് 2 months നിങ്ങൾക്ക് ഇൻഡക്ഷൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഫേസ് ടു ഫേസ് മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ അക്കാഡമിക് കൗൺസിലേഴ്സ് ഓരോ സബ്ജക്റ്റിനും ഓരോ അക്കാഡമിക് കൗൺസിലേഴ്സ്, ഓരോ പേപ്പർ, അതായത് ഒരു കോഴ്സിനും ഓരോ അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടാവും. സൈക്കോളജിക്ക് ഒരു കൗൺസിലർ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റിന് വേറെ കുറച്ച് കൗൺസിലേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കൗൺസിലേഴ്സ് ആണ് നിങ്ങളുടെ സബ്ജക്ട് കറക്റ്റ് ചെയ്യുന്നത് സ്റ്റഡി സെന്ററിൽ. അപ്പൊ അവർ കറക്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു ഡേറ്റിനുള്ളിൽ ആക്ച്വലി അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 1.5 അല്ലെങ്കിൽ 2 months നമുക്ക് റിസൾട്ട് വരാറാണ് പതിവ്. ചില സമയത്ത് ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ റിസൾട്ട് വരും. ഓക്കെ. അപ്പൊ ഇവരാണ്, ഈ അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് കറക്റ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതും. സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സിന്റെ ഫോൾഡറിൽ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിലും പാസ് മാർക്ക് ഉണ്ട് 35%. ഇപ്പൊ 100-ലാണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് വരുന്നത് എല്ലാം അല്ലെ. അപ്പൊ 100-ൽ 30-35% മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് ഉണ്ടാകും, നിങ്ങൾ പാസ്സാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ, F എന്ന് കാണിക്കും, വിച്ച് മീൻസ് ഫെയിൽ ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ബാച്ചിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ജനുവരി ആണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് ജൂൺ ബാച്ച് ആണ്. അപ്പൊ ജൂൺ ബാച്ചിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾ എഴുതിയിട്ട് അടുത്ത ബാച്ചിൽ എപ്പോഴാണോ അത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ജൂൺ ബാച്ച് ആണെങ്കിൽ ഏപ്രിൽ മാർച്ചിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ സമയത്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. സോ അങ്ങനെയാണ്. അപ്പൊ എപ്പോഴും ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് ചോദിക്കുക അസൈൻമെന്റ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. കാരണം ചില സൈക്കിളിൽ അസൈൻമെന്റ്സ് മാറുന്നുണ്ട്, ചില സൈക്കിളിൽ ഒരേ അസൈൻമെന്റ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പുതിയ അസൈൻമെന്റ്സ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. റോഷ്നാര, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമുക്ക് TE-നെ കുറിച്ച് സംസാരിക്കാം. TE എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ടേം എൻഡ് എക്സാമിനേഷൻ. ഇത് ബേസിക്കലി ജൂണിലും ഡിസംബറിലും ആണ് എല്ലാ കൊല്ലവും നടക്കുന്നത്.
അപ്പൊ എന്താണ് ഈ ജൂണിലും ഡിസംബറിലും നമ്മുടെ അഡ്മിഷൻസ് സൈക്കിളും 2 പ്രാവശ്യമാണ് അല്ലെ, ജൂലൈയിലും ജനുവരിയിലും. അപ്പൊ അതിന് തൊട്ട് മുമ്പ്, അഡ്മിഷൻ സൈക്കിളിന്റെ തൊട്ട് മുമ്പായിട്ടാണ് നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാംസ് നടക്കുന്നത്, ജൂണിലും ഡിസംബറിലും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊല്ലം പഠിക്കാനുള്ളത് സെമസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം പഠിക്കാനുള്ളത് മൊത്തം ഒരു ആനുവൽ എക്സാം പോലെയാണ് കവർ ചെയ്യുന്നത് നമ്മൾ. അപ്പൊ 2 സെമസ്റ്ററും കൂടി കംപ്ലീറ്റ് നമ്മൾ മേർജ് ചെയ്തിട്ട് ആ ഒരു കൊല്ലം പഠിച്ചതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാനുണ്ടാകും. ഓക്കെ, ആൻഡ് ഇതിനും ഈ പറഞ്ഞ പോലെ പാസ് മാർക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സാം വരുന്നത് 50ലോ 70ലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ 16 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 22 റിട്ടേൺ എക്സാമിന് ഒരു പാസ് മാർക്ക് ഇഗ്നോ വെക്കും. അത് നിങ്ങൾക്ക് ഇൻഡക്ഷൻ മീറ്റിംഗിൽ സ്റ്റഡി സെന്റർ പറഞ്ഞുതരും എത്രയാണ് പാസ് മാർക്ക് എന്നുള്ളത്. അപ്പൊ ആ പാസ് മാർക്ക് നിങ്ങൾ എന്തായാലും കടക്കണം പാസ്സാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് പാസ് ആയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സൈക്കിളിന് എപ്പോഴാണോ നിങ്ങളുടെ നെക്സ്റ്റ് സൈക്കിൾ വരുന്നത്, ജൂണിൽ വരുന്ന സമയത്ത് ഈ എക്സാം രണ്ടാമതും രജിസ്റ്റർ ചെയ്തിട്ട് എഴുതേണ്ടി വരും. അപ്പൊ ഈ രജിസ്ട്രേഷൻ എപ്പോഴാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്ക് ഇപ്പോ ജൂണിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിസംബറിലാണ് ഇപ്രാവശ്യത്തെ സൈക്കിൾ വരുന്നത് അല്ലെ, ഡിസംബറിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ മിഡ് ആവുമ്പോഴേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവും. ഓക്കെ, ചില സമയത്ത് ഡിലേ ഉണ്ടാവും, നവംബർ ഒക്കെ ആവും, പക്ഷേ സെപ്റ്റംബർ ടു നവംബറിൽ തന്നെ ഇത് ഓപ്പൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ആ സമയത്ത് ഒരു മാസം ഒരു ഗ്യാപ്പ് അവർ ലാസ്റ്റ് ഡേറ്റ് കാണിക്കുക 31 നവംബർ എന്നൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് കാണിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും സമയമുണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതൊക്കെ. അങ്ങനെ നിങ്ങൾ സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ കാണുന്നത് വെച്ചാൽ, നിങ്ങളുടെ ചുറ്റുമുള്ള എക്സാം സെന്ററിൽ, നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെന്ററിൽ ഒന്നും സീറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ദൂരെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. അപ്പൊ ദൂരെ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, വീട്ടില് വേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, 2 മണിക്കൂറൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റീസൺ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി എക്സാം എഴുതണ്ട, അടുത്ത ബാച്ചിന് എഴുതാം. ഇതാണ് സാധാരണ നമ്മുടെ സ്റ്റുഡൻസിൽ കണ്ടുവരുന്ന ഒരു പതിവ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് രജിസ്ട്രേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള എക്സാം സെന്റർ, അതായത് അരമണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട രീതിയിലുള്ള എക്സാം സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, വേറെ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഫസ്റ്റ് വീക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഇപ്പൊ രജിസ്ട്രേഷന്റെ സമയത്ത് അവർ ചോദിക്കും, അവർ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് ഒക്കെ തരും, അടുത്തുള്ള എക്സാം സെന്ററിന്റെ ലിസ്റ്റ് ഒക്കെ തരും. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു പേപ്പറിന് 250 റുപ്പീസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടത്. ഇൻ കേസ് ചിലപ്പോൾ ഇപ്രാവശ്യം പൈസ കൂടുമോന്ന് അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം 250 ആയിരുന്നു, കൂടുകയാണെങ്കിൽ തന്നെ 50 റുപ്പീസ് ഒക്കെ കൂടുള്ളൂ. അപ്പൊ 300 വെച്ചാലും നിങ്ങൾക്ക് ഒരു പേപ്പറിന് 300 എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കാനുണ്ടാവുക. സോ നിങ്ങൾക്ക് എത്ര എക്സാം ആണ് ഉള്ളത് ആ എക്സാമിന്റെ ഒക്കെ നോക്കിയിട്ട് പൈസ അടച്ചിട്ട് നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കുക. കാരണം വളരെ കുറവ് സീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഓരോ എക്സാം സെന്ററിലും. 100 to 50 to 100ന്റെ ഉള്ളിലുള്ള സീറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ഓരോ എക്സാം സെന്ററിലും. അപ്പൊ വേഗം തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് 6 years പോസ്റ്റ് ഡ്യൂറേഷൻ ആണെന്ന് മാം പറഞ്ഞല്ലോ നേരത്തെ അല്ലെ. അതായത് 3 കൊല്ലത്തെ കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് 6 കൊല്ലം വരെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇഗ്നോ തരുന്നുണ്ട്. അതെന്ന് വിചാരിച്ച് നമുക്ക് മെല്ലെ റിലാക്സ് ചെയ്ത് പഠിക്കാം എന്നല്ല അതിനർത്ഥം. 6 കൊല്ലം വേറെ എന്തെങ്കിലും എമർജൻസി വരുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഇഗ്നോ നിങ്ങൾക്ക് 6 കൊല്ലത്തെ ഒരു ഡ്യൂറേഷൻ തരുന്നത്. അതായത് ഇടയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരുമോ, എന്തെങ്കിലും ആക്സിഡന്റ് രീതിയിൽ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവോ, അങ്ങനെയൊക്കെയുള്ള ഒരു കേസസിൽ നമുക്ക് ഈ 6 കൊല്ലം എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് എക്സാം എഴുതാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. പക്ഷെ ഇത് നോർമൽ സാധാരണ ആൾക്കാർക്ക്, അതായത് വേറെ എമർജൻസി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ 6 കൊല്ലം എന്ന് പറയുന്ന എക്സ്റ്റെൻഡഡ് പീരീഡ് ആണ്. ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് 3 കൊല്ലം എന്നുള്ളത് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ 2024 ജാനുവരി ജോയിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 3 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് 3 കൊല്ലം കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുക. എക്സ്ട്രാ നിങ്ങൾ 1 കൊല്ലം എടുത്തു എന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കും 1 കൊല്ലം 4 കൊല്ലം എന്നുള്ളത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് പീരീഡ് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആള്, എന്താണ് 1 കൊല്ലം ഡിഗ്രി കോഴ്സ് സാധാരണ 3 കൊല്ലമാണ് അല്ലെ, അപ്പൊ 4 കൊല്ലം എന്തുകൊണ്ടാണ് എടുത്തത് ചോദിക്കും. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി വിചാരിക്കാൻ നിങ്ങൾ തോറ്റുപോയി എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുക അല്ലെ. 1 കൊല്ലം എക്സ്റ്റെൻഡ് ആയാൽ നിങ്ങളടുത്ത് ചോദിക്കും കൂടി ഇല്ല, ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും റീസൺ കാരണം നിങ്ങൾ എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ തന്നെ
ഈ 3 കൊല്ലത്തെ പീരീഡിന്റെ ഉള്ളിൽ തീർക്കാൻ നോക്കുക. അപ്പോൾ ഒരു ബാച്ച് മിസ്സായാൽ കൂടി ഇപ്പൊ ഇപ്പൊ ഇനി വരുന്ന ഡിസംബർ സൈക്കിൾ മിസ്സായാൽ കൂടി ജൂണിൽ എഴുതിയെടുക്കാൻ നോക്കുക. ജൂണിലത്തെ ബാച്ചിന്റെ സൈക്കിൾ മിസ്സായാൽ അടുത്ത ഡിസംബറിൽ. സോ ഈ 3 കൊല്ലം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തുക. സെക്കൻഡ് ഇയറിന്റെയും തേർഡ് ഇയറിന്റെയും റീ രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് നടത്തുക. എന്നിട്ട് ഈ 3 കൊല്ലം കൊണ്ട് ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും തേർഡ് ഇയറിന്റെയും തീർക്കാൻ നോക്കുക. ഇതാണ് നിങ്ങൾ മാക്സിമം നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം നമുക്ക് കോളേജിലും നമ്മുടെ സ്കൂളിലും ഉള്ള സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. O for ഔട്ട്സ്റ്റാൻഡിംഗ് 85% എബോവ് ഉണ്ടെങ്കിൽ A+ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 75 to 85, A എന്ന് പറയുന്നത് വെരി ഗുഡ് 65 to 75, B+ വരുന്നുണ്ട്, B വരുന്നുണ്ട്, C വരുന്നുണ്ട്, D വരുന്നുണ്ട്, F ഫെയിൽ, AB എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്. ഓക്കെ, സോ ഇതാണ് ഇതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ റാങ്കിങ് സിസ്റ്റം, 85% എബോവ് ഉള്ളത്. ആൻഡ് പ്രത്യേകം ഇഗ്നോന്റെ മാർക്സ് നിങ്ങൾക്ക് ഹൈ സ്കോർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഒരു റാങ്കിങ്ങിൽ ഉണ്ട് 1 to 3 ഇന്ത്യയിൽ ഫുൾ 1 to 3 റാങ്കിങ്ങിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നൊക്കെ മെഡൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇഗ്നോന്റെ റാങ്കിങ് സിസ്റ്റത്തിൽ നിങ്ങൾ ഉണ്ട്. അതായത് ഹോൾ ഇന്ത്യയുടെ റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാണ് സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റും മെഡലും കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി നമുക്ക് നോക്കാം അല്ലെ, സക്സസ് ആവോ എന്നുള്ളത്, ഫസ്റ്റ് സെക്കൻഡ് റാങ്കിലൊക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം ഒന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി നിങ്ങളുടെ 10 point ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം. എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആക്റ്റീവായിട്ട് നമ്മുടെ ആപ്പിനകത്ത് നിന്ന് ക്ലാസ്സസ് കാണുക. ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ആപ്പിനകത്ത് നിന്ന് ക്ലാസ് എടുത്ത് കാണുക കേട്ടോ. SLM വാനും ഒക്കെ കറക്റ്റ് ആയിട്ട് വായിക്കുക, പഠിക്കുക കേട്ടോ നന്നായിട്ട്.